നേരത്തെ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോയെ അടക്കമുള്ള ആളുകളെ വലിച്ചിഴച്ചാണ് പോലീസ് ഇവിടെ നിന്നും കൊണ്ടുപോയത്. വാഹനത്തിലേക്ക് പോയ ആർഷോ പിന്നീട് പ്രവർത്തകരും ചേർന്ന് ആ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് വീണ്ടും ഈ ഗസ്റ്റ് ഹൗസിന്റെ മുൻവശത്തിരിക്കുകയാണ്. അവസാന വിദ്യാർത്ഥിയും SFIയുടെ ഉള്ള ആ സമയം വരെ ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ SFI പറയുന്നത്, അല്ലെങ്കിൽ ആർഷോ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഈ സ്ഥലത്ത് നിന്നും ബലം പ്രയോഗിച്ച് നീക്കിയാൽ പോലും മറ്റു വിദ്യാർത്ഥികൾ ഒരുപക്ഷെ വീണ്ടും ഈ ക്യാമ്പസിനുള്ളിലേക്ക് എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. ഒപ്പം SFIയുടെ കേന്ദ്ര തലത്തിലെയും സംസ്ഥാന തലത്തിലെയും ഒക്കെ നേതാക്കൾ നേരത്തെ തന്നെ ഇന്നലെ രാത്രി മുതൽ ഈ ക്യാമ്പസിൽ തമ്പടിച്ചാണ് ഈ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്ത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിൽ പോലും വീണ്ടും സർവകലാശാലയുടെ വിവിധ ഭാഗങ്ങളിലായി തമ്പടിച്ച വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പോലീസ് സ്ഥലത്തുണ്ടായിട്ടും പൂർണ്ണമായും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിയാത്തത്. നിലവിൽ ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരുമായി പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനം പോയിരിക്കുന്നു. ആ വാഹനം മടങ്ങിയെത്തിയ ശേഷം, അല്ലെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ എത്തിച്ച ശേഷമാവും അടുത്ത ഘട്ടത്തിലുള്ള ആളുകളെ നീക്കം ചെയ്യാൻ ഒരുങ്ങുക, അതിനുള്ള നടപടികൾ ആരംഭിക്കുക. ഇപ്പോൾ സമയം ഏതാണ്ട് 5 മണിയോട് അടുക്കുകയാണ്. 6:30 ഗവർണർ യാത്ര ചെയ്യുന്ന വിമാനം ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുക. അവിടെ നിന്നും ഏതാണ്ട് 15 മിനിറ്റ് യാത്രാ ദൂരമാണ് ഇവിടേക്ക് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആ സമയത്തിനുള്ളിലാവും എത്തുക. ഏതാണ്ട് 7 മണിയോട് കൂടിയാവും ഗവർണർ ഇവിടെ എത്തുക. എന്തായാലും ആ സമയം വരെ ഏതാണ്ട് 2 മണിക്കൂർ സമയപരിധി SFI ഇക്കാരെ നീക്കം ചെയ്യുന്നതിന് പോലീസിന്റെ മുമ്പിലുണ്ട്. എന്തായാലും ആ സമയത്തിനുള്ളിൽ അടുത്ത ഘട്ടമായി ഈ പ്രവർത്തകരെ നീക്കം ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന ആവശ്യം ഇത്രയധികം സംഘർഷഭരിതമായ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് ഗവർണറെ എത്തിക്കരുത്, അല്ലെങ്കിൽ ഗവർണർ ഇവിടേക്ക് വരുന്നതിൽ നിന്നും പിന്മാറണം, അല്ലെങ്കിൽ പോലീസ് ണമെന്നാണ് നേരത്തെ ആർഷോ തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ. ഗവർണർ ഇവിടെ 3 ദിവസം കിടക്കുമ്പോഴും ഓരോ രാത്രിയിലും കിടന്നുറങ്ങുമ്പോൾ പോലും SFIയുടെ മുദ്രാവാക്യങ്ങൾ കേട്ട് വേണം ഗവർണർ കിടന്നുറങ്ങേണ്ടത് എന്ന രീതിയിലേക്ക് വരെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും പ്രതിഷേധം തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന്റെ വളരെ അടുത്താണ് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ താമസിക്കുന്ന കോളേജ് ഹോസ്റ്റലുകൾ ഉള്ളത്. ആ ഹോസ്റ്റലുകളിലൊക്കെ തമ്പടിച്ചൊരു പക്ഷേ രാത്രി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നറിയില്ല. ഗസ്റ്റ് ഹൗസിന്റെ മറ്റ് 2-3 ഗസ്റ്റ് ഹൗസുകളുണ്ട്, 2-3-4 ഗസ്റ്റ് ഹൗസുകളുണ്ട്. ആ 3 ഗസ്റ്റ് ഹൗസുകളിൽ നിന്നും പൂർണ്ണമായി താമസക്കാരെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നു. ആ മുറികൾ ആർക്കും കൊടുക്കാതെ ഗവർണറുടെ സുരക്ഷാ നടപടികളുടെ ഭാഗമായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശക്തമായ രീതിയിൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പ്രതിഷേധത്തിൽ നിന്നും പിന്തിരിയാൻ ഈ SFI പ്രവർത്തകർ തയ്യാറായിട്ടില്ല. ഏതാണ്ട് പകുതിയിലധികം പ്രവർത്തകരെ, 70% പ്രവർത്തകരെ ഇതിനകം അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആർഷോ അടക്കമുള്ള സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വീണ്ടും ഈ പ്രക്ഷോഭം നടന്ന ഇടത്തേക്ക്, ഈ ഗസ്റ്റ് ഹൗസിന് സമീപത്തേക്ക് എത്തുകയും അവിടെ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രതീക്ഷിച്ചതിലും വലിയൊരു ബലപ്രയോഗം ഇവിടെ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായി. പ്രവർത്തകർക്ക് ചിലർക്ക് നേരെ ലാത്തി ഉപയോഗിച്ച് അടിച്ചു, ചിലരെ വലിച്ചിഴിച്ചുകൊണ്ട്, ചിലർക്ക് നേരെ കടുത്ത ബലപ്രയോഗം നടത്തേണ്ടി വന്നു. പെൺകുട്ടികളടക്കം നിലവിളിച്ചുകൊണ്ട് വാഹനങ്ങളിലേക്ക് കയറി പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും വലിയ പ്രക്ഷോഭത്തിന് ഒരുപക്ഷെ സമീപകാലത്ത് SFI നടത്തിയ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നാണ് ഇന്ന് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനത്തിന് മുന്നോടിയായി കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. 3 ദിവസം ഇനിയും സമാനമായ രീതിയിൽ തന്നെ ചില അനിശ്ചിതത്വങ്ങൾ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നാളെ അദ്ദേഹം ഇന്ന് രാത്രി ഈ ഗസ്റ്റ് ഹൗസിൽ തങ്ങിയ ശേഷം നാളെ രാവിലെ കോഴിക്കോട്ടുള്ള ഒരു സ്വകാര്യ ചടങ്ങിൽ, ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പോകുന്നുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം നാളെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തിരിച്ചു വരികയും പിന്നീട് വീണ്ടും ഈ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയും ചെയ്യും. അതിനുശേഷം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30-ക്കാണ് ഒരു പരിപാടി, ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുക. അതിൽ കഴിഞ്ഞ് രാത്രിയോടുകൂടിയാണ് ഗസ്റ്റ് ഹൗസിൽ നിന്നും മടങ്ങുക. ഏതാണ്ട് മണിക്കൂറുകളോളം അദ്ദേഹം ഈ ഗസ്റ്റ് ഹൗസിൽ ഇനി തങ്ങേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും സമാനമായ രീതിയിൽ തന്നെയുള്ള സംഘർഷങ്ങൾക്കും മുദ്രാവാക്യം വിളികൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ ഈ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് സാക്ഷ്യം വഹിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഗവർണർക്കെതിരായ ശക്തമായ പ്രതിഷേധം ആണ് SFI വിദ്യാർത്ഥി സംഘടന കാലിക്കറ്റ് സർവകലാശാലയിൽ ഉയർത്തിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് സർവകലാശാലയിൽ എത്തുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു കരിങ്കൊടി പ്രതിഷേധവുമായി SFI പ്രവർത്തകർ എത്തിയത്.
ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു SFIയുടെ നിലപാട്. എന്നാൽ പിന്നീടത് മയപ്പെടുത്തേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ഗവർണർ എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പ്രതിഷേധം ആരംഭിച്ചുവെങ്കിലും ഗവർണറെ തടയുന്ന നിലയിലേക്ക് പ്രതിഷേധം ഇപ്പോൾ മുന്നോട്ട് പോകില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിരവധി SFI പ്രവർത്തകരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുൻനിര നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അതേസമയം ഇപ്പോഴും പ്രതിഷേധവുമായി തുടരുക തന്നെയാണ്. വലിയ പോലീസ് സന്നാഹം അടക്കം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. MS അനീഷ് കുമാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ഈ ഗവർണർ എത്തും എന്ന് പറഞ്ഞിട്ടുള്ള സമയം എപ്പോഴാണ്? കാലിക്കറ്റ് സർവകലാശാലയിൽ SFIയുടെ പ്രതിഷേധം തുടരുകയാണ്. അനീഷ്, വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളെ ഇതിനോടകം തന്നെ പ്രവർത്തകരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞു. പക്ഷേ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പ്രതിഷേധത്തിന്റെ മുൻനിരയിലുണ്ട്. അവരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കുമോ? എന്താണ് വിവരങ്ങൾ? അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും 80% പ്രവർത്തകരെ ഇതിനകം അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവശേഷിക്കുന്ന പ്രവർത്തകരെ സംസ്ഥാന സെക്രട്ടറി ആർഷോ അടക്കമുള്ള ആളുകളെ നീക്കം ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ് പോലീസ്. ആദ്യഘട്ടത്തിൽ ആർഷോ അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തു പോയെങ്കിലും അവർ പിന്നീട് പോലീസിന്റെ വലയം ഭേദിച്ച് വാഹനത്തിൽ നിന്നും ഇറങ്ങി വീണ്ടും ഈ ഗസ്റ്റ് ഹൗസിന്റെ സമീപത്തേക്ക് തന്നെ പോവുകയായിരുന്നു. അതിനുശേഷം അവർ വീണ്ടും ഇവിടെ കുത്തിയിരുന്ന് സമരം നടത്തുന്ന മുദ്രാവാക്യം വിളികളുമായി പെൺകുട്ടികളടക്കം വീണ്ടും സമരമുഖത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പോലീസ് ബലപ്രയോഗത്തിലൂടെ തന്നെ ഈ പ്രവർത്തകരെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങളുമായി ഊർജിതമായി ബലപ്രയോഗത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കാരണം ഇനി ഏതാണ്ട് 2 മണിക്കൂർ മാത്രമാണ് ഗവർണർ ഈ സർവകലാശാല ക്യാമ്പസിലേക്ക് എത്താൻ അവശേഷിക്കുന്നത്. ഗവർണർ എത്തുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഇവിടുത്തെ പ്രതിരോധം പൂർണ്ണമായി അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുക അദ്ദേഹത്തിന്റെ ഈ ഇവിടേക്കുള്ള വരവ് സുഗമമാക്കേണ്ട ചുമതല ഈ പ്രക്ഷോഭകരെയും ഈ ക്യാമ്പസിൽ നിന്നും നീക്കം ചെയ്യുക എന്ന നടപടിയുമായി തന്നെയാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സാധാരണഗതിയിൽ ഒരു സമര സ്ഥലത്ത് നിന്നും 10-15 മിനിറ്റിനുള്ളിൽ പ്രവർത്തകരെ പൂർണ്ണമായി നീക്കം ചെയ്യാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ അടുത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മലപ്പുറം ജില്ലയിലെയും ഈ കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിലുമുള്ള ഏതാണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിരുന്നു. ജില്ലയിലെ ഏതാണ്ട് മിക്ക സ്റ്റേഷനുകളിൽ നിന്നും വനിതാ പോലീസുകാരെ പൂർണ്ണമായും ഇവിടെ വിന്യസിച്ചിരുന്നു. ആൺകുട്ടികൾക്കൊപ്പം തന്നെ പെൺകുട്ടികളും വലിയ തോതിൽ ഈ സമരമുഖത്ത് അണിനിരക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വലിയ ബലപ്രയോഗത്തിനൊടുവിലാണ് പ്രവർത്തകരെ ഓരോരുത്തരെയായി പിടിച്ചുകൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ആർഷോ അടക്കമുള്ള പ്രവർത്തകരെയാണ് ഇനി അറസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ളത്. അറസ്റ്റ് വരിക്കാതെ ആർഷോയൊക്കെ പരസ്പരം കെട്ടുപിടഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ അവിടെ നിന്നും ആർഷോയെ പോലീസ് അടർത്തിയെടുത്തിരിക്കുന്നു. അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. വാഹനത്തിൽ കയറ്റുകയാണ്. പ്രതിഷേധം ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. അവസാന ഘട്ടത്തിലും ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിരോധം തന്നെയാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ അറസ്റ്റ് വരിക്കുകയാണ്. സംസ്ഥാന നേതാക്കൾ PM ആർഷോ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആണ് സമരത്തിന്റെ ഭാഗമായി അറസ്റ്റ് വരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.
SFI നേതാക്കളെ ഉൾപ്പെടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിലായിരുന്നു SFI വലിയ പ്രതിഷേധം ഉയർത്തിയത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുന്ന പശ്ചാത്തലത്തിലായിരുന്നു SFIയുടെ പ്രതിഷേധം. ഗവർണറെ ക്യാമ്പസിൽ കാലുകുത്തിക്കില്ല എന്ന വെല്ലുവിളിയായിരുന്നു നേരത്തെ SFI ഉയർത്തിയത്. ആ വെല്ലുവിളി ഗവർണർ ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ക്യാമ്പസിലേക്ക് എത്താൻ അദ്ദേഹം തീരുമാനിച്ചത്. 3 ദിവസം ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിൽ തുടരാനും അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. അതേസമയം ഗവർണർ എത്തുന്നതിന് മുമ്പ് തന്നെ SFI പ്രതിഷേധം നടത്തുകയും ഇപ്പോൾ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. നേതാക്കളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, പൂർണ്ണമായും ഈ പ്രതിഷേധക്കാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത സാഹചര്യമാണോ അവിടെയുള്ളത്? തീർച്ചയായും പ്രതിഷേധക്കാരെ ഏതാണ്ട് പൂർണ്ണമായി നീക്കം ചെയ്തിരിക്കുന്ന കാഴ്ചയാണ്. പോലീസുകാർ ഈ ചെരുപ്പുകളും കൊടികളും മറ്റ് ബാനറുകളും ഫ്ലക്സുകളും ഒക്കെ സ്ഥലത്ത് നിന്നും നീക്കം ചെയ്യുന്ന കാഴ്ചയാണ്. കരിങ്കൊടികളൊക്കെ പോലീസുകാർ തന്നെ നീക്കം ചെയ്യുന്നു. പാർട്ടികളിലൊക്കെ പോലീസുകാർ തന്നെ ഇവിടെ നിന്നും നീക്കം ചെയ്തു. ഈ സ്ഥലം ക്ലിയർ ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകുന്നു. നേരത്തെ കൊച്ചി DCP ആയിരുന്ന ശശിധരനാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി. അദ്ദേഹം നിർദ്ദേശങ്ങൾ നൽകുന്നു. അദ്ദേഹം ഇന്നലെ ഈ ക്യാമ്പസിന്റെ ഓരോ മുക്കുമൂലയും അരിച്ചു പെറുക്കെയാണ് ഈ ഇന്നത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കിയത്. ഏതാണ്ടും പോലീസിന് ഏതാണ്ട് ഒരു ആശ്വാസം എന്ന രീതിയിലേക്ക് തന്നെയാണ് നിലവിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി 2 മണിക്കൂറോളം ഉണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഗസ്റ്റ് ഹൗസിലേക്ക്, കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് എത്താൻ. അതിനു മുമ്പ് തന്നെ പ്രതിഷേധക്കാരെ പൂർണ്ണമായും ഇവിടെ നിന്നും നീക്കാൻ കഴിഞ്ഞു എന്ന ആശ്വാസമുണ്ട്. കരിങ്കൊടികളും വെള്ളക്കൊടികളും ഒക്കെ ഇപ്പോൾ ഇവിടെ നിന്നും പോലീസുകാർ നീക്കുന്നു. ഗവർണർ എത്തുമ്പോഴേക്കും ഈ സ്ഥലം കൃത്യമായ ഒരു VVIP വിസിറ്റിന് അനുയോജ്യമാക്കി മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പോലീസിന്റെ. ഇപ്പോൾ ക്യാമ്പസ് ഏതാണ്ട് പൂർണ്ണമായി തന്നെ പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് മാറിയിരിക്കുന്ന കാഴ്ച. പ്രതിഷേധക്കാരെയും വിദ്യാർത്ഥികളെയും ഒക്കെ പൂർണ്ണമായും ക്യാമ്പസിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടുള്ളത്. നേരത്തെ 300 പോലീസുകാർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഏതാണ്ട് 500-ലധികം പോലീസുകാർ ഇന്ന് ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് മുഴുവൻ പോലീസ് ഫോഴ്സും ഈ പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തുന്ന കാഴ്ച. സമീപത്തുള്ള ഈ ക്യാമ്പസിനോട് ചേർന്നുള്ള മറ്റിടങ്ങളിലെ പോലീസുകാരും മറ്റുമൊക്കെ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പ്രതിഷേധമാണ്. പരിക്ക് പറ്റിയ വനിതാ പോലീസുകാരടക്കമുള്ളവരെ സ്ഥലത്തു നിന്നും മാറ്റുന്ന കാഴ്ചയാണ്. അവരെ ഒരുപക്ഷെ ചികിത്സയ്ക്കായി മറ്റും മാറ്റുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. നിരവധി